Hello, hi, dear friends. അപ്പോൾ ഇന്നും നമ്മൾ ഒരു കുക്കിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് എനിക്ക് തോന്നുന്നു നമ്മളുടെ LN വ്ളോഗ്സിലുള്ള ഒരു 70% ആൾക്കാരും കുക്കിംഗ് വ്ളോഗ്സാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ കുറച്ചൊരു 30% പല ടൈപ്പ് ഓഫ് എന്താ പറയുക വ്ളോഗുകളും ഇഷ്ടപ്പെടുന്നുണ്ട്. പേഴ്സണൽ വ്ളോഗ്സും ട്രാവൽ വ്ളോഗ്സും ഒക്കെ. എന്തായാലും നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല. കാര്യം മെജോറിറ്റി ഒപ്പീനിയൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. അപ്പോൾ ഒരുപാട് ആവശ്യക്കാർ പറഞ്ഞൊരു കാര്യമാണ് മിക്സ്ചർ കാണിക്കണം. മിക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട പലഹാരമാണല്ലേ, സ്നാക്ക്. എപ്പോഴും കുപ്പിയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നതാണ്, വാങ്ങാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് മിക്സ്ചറിനെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ എളുപ്പമാണ്, സിമ്പിളാണ്. എൻ്റെ വേർഷൻ ഓഫ് മിക്സ്ചർ ഞാൻ അധികം താമസിക്കാതെ കാണിച്ചു തരാം. പക്ഷേ ഇന്ന് ഞാനൊരു മിക്സ്ചറാണ് ചെയ്യുന്നത്, വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് മിക്സ്ചർ തയ്യാറാക്കാം. അതല്ലേ ടെക്നിക്ക്. അപ്പോൾ അവൽ കൊണ്ടാണ് ഈ മിക്സ്ചർ തയ്യാറാക്കുന്നത്. ഈ അവൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അത് അത്ര കുറഞ്ഞ കാര്യമൊന്നുമല്ല. അങ്ങനെ ടേസ്റ്റ് കുറവാണെന്ന് ഒന്നും വിചാരിക്കരുത്. ഇറ്റ് ഈസ് എ വെരി ടേസ്റ്റി മിക്സ്ചർ. അപ്പോൾ നമുക്ക് അവൽ മിക്സ്ചർ തന്നെ ചെയ്ത് ഞാൻ കാണിച്ചു തരാമേ. അതായത് കുറേ കാര്യങ്ങൾ ഇവിടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ അവലൊരു 1.5 കപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് അണ്ടിപ്പരിപ്പ്, പൊരികടല അറിയാമല്ലോ, മിക്സ്ചറിനകത്ത് സ്ഥിരം കാണുന്ന സാധനമാണ് പൊരികടല, നമ്മൾ മാലാടും ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ കപ്പലണ്ടി, ഈ 3 കാര്യങ്ങളാണ്. പിന്നെ തേങ്ങ, ചെറുതായിട്ട് തന്നെ തേങ്ങാക്കൊത്ത്, ഇത്ര കാര്യമാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കാണിച്ചു തരാം. അതായത് ഈ അവലിനെ നമ്മൾ ഒരു കപ്പ് എണ്ണ തന്നെ വേണം നിർബന്ധമില്ല. കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് എണ്ണയിലും വറുത്ത് പോരാം. അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയാണോ അതെടുക്കുക. അപ്പോൾ ഞാനിത് 1.5 കപ്പ് അവൽ റെഡിയാക്കി വെച്ചു. ഈ കുത്തവലായിരിക്കും ഏറ്റവും നല്ലത്. അതായത് നമ്മുടെ ചമ്പാവരിയുടെ അവൽ, മെഷീൻ കുത്തിയതാകാം, അല്ലെങ്കിൽ കയ്യിൽ കുത്തി കിട്ടുന്ന ഇങ്ങനെ അങ്ങനത്തെ ടൈപ്പ് കുത്തവൽ കിട്ടും. എന്താണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവൽ എടുക്കുക. അപ്പോൾ ഇച്ചിരി എണ്ണ ഞാൻ എടുത്ത് വെച്ചു. ആ ഒരു കപ്പ് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇത് 2-3 പ്രാവശ്യമായിട്ടിട്ട് വറുത്ത് കരികരിപ്പായിട്ട് വറുത്തെടുക്കണം. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനം. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ തന്നെ കറുമുറ കഴിക്കുന്ന കരികരിപ്പുള്ള കാര്യമല്ലേ. അപ്പം ഇങ്ങനെ നമ്മൾ അവലിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ ചെയ്യാം. അവൽ നനയിച്ചിട്ട് ചെയ്യാം. അവൽ വിളയിച്ചത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് LN വ്ളോഗ്സിൽ. പിന്നെ അവൽ വെറുതെ തേങ്ങയും ശർക്കരയും അല്ലെങ്കിൽ പഞ്ചസാരയും ഇട്ടിട്ട് ഞെകിടിയിട്ട് അവൽ കുഴച്ച് അങ്ങനെ കഴിക്കാം. അതിന് അവൽ നനച്ചതെന്ന് പറയും. ഓക്കെ, ഏത് രീതിയിലും ആകാം. അപ്പോൾ ഇത് പക്ഷേ നമ്മൾ കറുമുറ കഴിക്കാനാണ്. അപ്പോൾ കരികരിപ്പായിട്ട് വറുത്ത് വരണം. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യത്തെ ജോലി ഇതൊന്നിച്ചിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണ വേണം. അപ്പോൾ കുറേശ്ശെ ആണെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് എണ്ണയിലും വറുത്ത് കോരും. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് നോക്കിക്കോളും. നല്ല മുരുമുരാന്ന് വരും കേട്ടോ, ക്രിസ്പി. അപ്പോൾ ആവശ്യത്തിന് മുരിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് മാറ്റും. ആയി കഴിഞ്ഞു. ഇനി എണ്ണയിൽ നിന്നും മാറ്റും. ഇങ്ങനെ എണ്ണയിൽ നിന്നും മാറ്റുക. എന്നിട്ടപ്പോൾ നമ്മൾ ഒന്ന് പാകത്തിന് മൂത്തുനിന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം തന്നെ തീ അങ്ങ് കുറയ്ക്കണം കേട്ടോ. 2-3 പ്രാവശ്യമായിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്, കരിയാനും പാടില്ലല്ലോ. ഇനി ബാക്കിയിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ വറുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ വറുത്തെടുത്തു. ഇനി ചൂടോടുകൂടി തന്നെ, അതിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ഒരു 1/4 ടീസ്പൂൺ, ഓക്കെ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, പിരിയമുളകിൻ്റെ പൊടി ആയിക്കോട്ടെ, ഇച്ചിരി ഉപ്പും. ആ ചൂടോടുകൂടിയാണ്, ആ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ 3 കാര്യങ്ങളും ചേർക്കണം. സോൾട്ട്, ആവശ്യമുള്ള ഉപ്പ്. അപ്പോൾ ആ ഒരു ചൂടിലാകുമ്പോൾ ആ മുളക് പൊടിയുടെയൊക്കെ പച്ചച്ചുവയെല്ലാം മാറും. എല്ലാ ഭാഗത്തേക്കും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കിട്ടട്ടെ. അതിൽ കുറച്ച് എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ദാ അവലിവിടെ റെഡി. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി ഈ ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ വേറൊരു ചീനച്ചട്ടിയിൽ ഏതില്ലെങ്കിലും കുറച്ച് എണ്ണ, ഒരു ടീസ്പൂൺ എണ്ണ, അത് മതിയാവും. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, പിന്നെന്താ പൊരികടല, 3 കാര്യങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടാണ്. 3 വറുക്കണം. എണ്ണ ഒഴിക്കാം. ഇത് ഏത് എണ്ണയിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്താലും നല്ലതാണ്. 1 ടീസ്പൂൺ, ഇച്ചിരി മതി. കപ്പലണ്ടി, പിന്നെന്താ അണ്ടിപ്പരിപ്പ്,
ആൻഡ് പൊരികടല. പാകത്തിന് മുരിയുന്ന പോലെ നമ്മൾ വറുത്തെടുക്കണം. ഇപ്പം നമ്മളുടെ നട്ട്സ് എല്ലാം പാകത്തിന് മുരിഞ്ഞു തുടങ്ങി. ഇനി ഇത് നമ്മൾ എണ്ണയിൽ നിന്നും മാറ്റും, കോരി തുടങ്ങാം. ഇപ്പോൾ ബാക്കി കുറച്ച് എണ്ണ ചട്ടിയിലുണ്ട്. ഇനി ഇതിനകത്ത് ആ എണ്ണ അവിടെ ഇരിക്കട്ടെ, നോക്കിക്കോളൂ. അവളുടെ സൈഡിൽ ഇതിരിക്കട്ടെ. ഇതിൽ ഇച്ചിരി എണ്ണ ബാക്കിയുണ്ടല്ലോ, അതിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടി, 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിക്കുന്നു. കറിവേപ്പില അതാണ് ആദ്യം. ഇച്ചിരി വലിയ കറിവേപ്പിലയാണ് ഇത് കേട്ടോ. ചെറുതാണ് വേണ്ടിയിരുന്നത്, പക്ഷെ ഇന്ന് കിട്ടിയത് ഈ ടൈപ്പാണ്. അപ്പോൾ അത് ആവശ്യത്തിന് ഇടുക. നമുക്ക് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്. ഇപ്പോഴേ പൊട്ടലും ചീറ്റിലും എല്ലാം കേട്ട് തുടങ്ങി. ഓക്കെ, ആഹാ. അപ്പോൾ തേങ്ങ ഇങ്ങനെ മൂക്കാനുള്ള ആരംഭമാണ് ഈ കാണുന്ന ശബ്ദവും ബഹളവും. അതിൻ്റെ കളറ് ചെറുതായി മാറി തുടങ്ങിയിട്ട് ആ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയല്ലോ, തീ അല്പം ഒന്ന് കുറയ്ക്കണം. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി, നമ്മളിപ്പോൾ എന്തായാലും അവലിന് മാത്രമേ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ, എന്നാലും ഇച്ചിരി കൂടെ ഉപ്പ് വേണ്ടി വരും. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ആൻഡ് പിന്നെ എന്താ ചെയ്യേണ്ടത്, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി. പെട്ടെന്ന് തന്നെ, അത് കളർ മാറരുത്, നല്ല ചൂടായി കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മളെല്ലാം കാര്യങ്ങളും കൂടി മിക്സ് ചെയ്യണം. തീ നല്ലോണം കുറച്ചിട്ടാണ് നേരത്തെ ചേർത്ത് മാറ്റി വെച്ചിരുന്ന അവലും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇനിയുള്ള മിക്സിങ്. ലാസ്റ്റ് ആൻഡ് നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന കടല, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി എല്ലാ കാര്യങ്ങളും കൂടി ചേർത്ത് വളരെ ചെറിയ തീയിൽ 2-3 മിനിറ്റും കൂടി ഇങ്ങനെ മൂപ്പിക്കുക. കഴിയാം. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ആക്ച്വലി നല്ല ചൂടായി കിടക്കുകയാണ്, തീയുടെ ആവശ്യം തന്നെ ഇല്ല. ഇനി ആ ചൂട് മതിയാകും. ഒരു 5 മിനിറ്റ്സ് ആ ചൂടിൽ തന്നെ ഇങ്ങനെയിട്ട് ഇളക്കുക. ഇപ്പോൾ ഉപ്പും മുളക് പൊടിയൊക്കെ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഇച്ചിരി കൂടെ എരിവ് വേണമെങ്കിൽ ഇനിയും ചേർക്കാം, ഒരു പ്രശ്നമില്ല. ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ട്. ഓക്കെ, മതിയാകും. എന്ത് കരുതരിപ്പാന്ന് നോക്കി. ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? ഇത് കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുമെന്നറിയോ? എക്സലൻറ്റ്, മതി. അപ്പോൾ സോ ഫാസ്റ്റ് ആൻഡ് ഈസി. 10 മിനിറ്റ് പോലും എടുത്തില്ല അല്ലേ നമ്മളുടെ മിക്സ്ചർ തയ്യാറാക്കാൻ. അപ്പോൾ 10 മിനിറ്റിൽ ഒരു മിക്സ്ചർ. ഇത് നമ്മൾ സാധാരണ മിക്സ്ചർ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര നല്ലതല്ലേ. ഇപ്പോൾ തൽക്കാലം ഞാൻ ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ട്, തണുത്ത് കഴിഞ്ഞിട്ട് വായു കടക്കാത്ത കുപ്പിയിലോ ടിന്നിലോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ സാധാരണ മിക്സ്ചർ പോലെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ശബ്ദം കേട്ടോളൂ, കണ്ടല്ലോ. ആഹാ, ഇത് ഈ ഒരു ക്വാണ്ടിറ്റി 1.5 കപ്പ് അവലാണ് ചെയ്തത്. ഇത് തന്നെ നമുക്ക് ആവശ്യം പോലെ കഴിക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ ആവശ്യാനുസരണം കഴിക്കാം. ഓക്കെ, അപ്പോൾ ഈസി മിക്സ്ചർ 10 മിനിറ്റിലൊരു മിക്സ്ചർ. ഇത് മഹാരാഷ്ട്രക്കാരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഇങ്ങനെ നമ്മുടെ ഈ അവല് കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു മിക്സ്ചർ. ചീവിട എന്നാണ് അവർ പറഞ്ഞത്, ചീവിട എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും ചേർക്കാം, വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർക്കാം. ഇതിലേറ്റവും ആപ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇച്ചിരി സ്പൈസി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നട്ട്സ്, അണ്ടിപ്പരിപ്പ്, പൊരികടല, അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ എത്ര വേണമെങ്കിലും കൂട്ടാം കേട്ടോ. ആഹാ, എന്താ ടേസ്റ്റ് അറിയാം? അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ മിക്സ്ചറിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നും. കാര്യം എഫേർട്ടില്ല, വളരെ എളുപ്പം, കടിക്കാനായിട്ട് ഇഷ്ടം പോലെ തേങ്ങ കിട്ടുന്നുണ്ട്, അണ്ടിപ്പരിപ്പ് കിട്ടുന്നുണ്ട്, കപ്പലണ്ടി ഉണ്ട്, പൊരികടല ഉണ്ട്, പിന്നെ എന്താ വേണ്ടത്? എക്സ്ട്രാ അവലും ഉണ്ട്. അവൽ എക്സ്ട്രാ എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ കറിവേപ്പിലയൊക്കെ നല്ല കരുകരിപ്പായിട്ട്
പാകത്തിന് മൊരിഞ്ഞതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. ആഹാ, എരിവും ഉപ്പും ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി കാര്യം. അപ്പോൾ ഈ ഒരു സമയത്ത് ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ കുട്ടികൾക്കും വീട്ടിലെ മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയായിട്ടാണ്. ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാമല്ലോ. നല്ല മഴയുമാണ് പുറത്ത്, വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥയിൽ ചായയുടെ കൂടെ ഒരു കറിക്കാനായിട്ടൊരു കാര്യമായി. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും സത്യം പറഞ്ഞാൽ നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും, നിർത്താനേ തോന്നില്ല. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഉണ്ടാക്കാൻ സോ സിമ്പിൾ അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ഇതിഷ്ടാവും, ട്രൈ ഔട്ട് ചെയ്യാം. അല്ലാത്ത നമ്മൾ സ്ഥിരം കഴിക്കുന്ന മിക്സറിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് കഴിക്കുമ്പോൾ അതൊരു വെറൈറ്റി അല്ലേ? അതിനെക്കാട്ടിലും നല്ലതായിട്ട് ടേസ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നും തീർച്ചയായിട്ടും. പിന്നെ അതിനെപ്പോലെ ഉള്ള കഷ്ടപ്പാട് ഒന്നും തന്നെ ഇല്ല. മറ്റു മിക്സറാണെങ്കിൽ നമ്മൾ 2-3 ഷേപ്പിൽ സേവ് ഉണ്ടാക്കണം, പിന്നെന്താ റൗണ്ടായിട്ട് ബൂന്തി പോലെ ഉണ്ടാക്കണം, പിന്നെ ഇതുപോലെയൊക്കെ വറുത്തിട്ട് എല്ലാം കൂടെ ഒരു മിക്സിങ് തന്നെയാണ് അതും. അത് ഞാൻ വേറൊരു അവസരത്തിൽ കാണിച്ചു തരാം. പക്ഷേ ദിസ് ഈസ് എൻ എക്സലൻറ്റ് ഐറ്റം. ധൈര്യമായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടേ, ഒരു ലൈക്ക് തരിക, നല്ലൊരു കമൻറ്റ് തരിക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു ഫോർ ലവിങ്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. അപ്പോൾ ഇത് മറക്കണ്ട കേട്ടോ.